ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ചില വികസിത രാജ്യങ്ങളിൽ സ്റ്റെം വിഷയങ്ങളോടുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം വല്ലാതെ കുറയുന്നതായി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ജേർണലിൽ വായിച്ചു. സ്റ്റെം എന്നാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, അഥവാ നാളത്തെ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അടിത്തറ. ഈ വാർത്ത വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് മറ്റൊരു വഴിക്കാണ്. കുട്ടികൾക്ക് ശാസ്ത്രത്തിൽ യഥാർത്ഥത്തിൽ താല്പര്യം കുറയുന്നുണ്ടോ? ഇല്ല, കൗതുകമാണ് കുറയുന്നത്. ഒരു 3 വയസ്സുകാരനെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവൻ ഒരു ദിവസം 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കും. എന്തുകൊണ്ടാണ് ഈ മഴ ഇങ്ങനെ പെയ്യുന്നത്? പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത്? ആകാശം ഇങ്ങനെ നീല നിറമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഉയരുന്ന ചോദ്യങ്ങളാണ് ഒരു ശാസ്ത്രജ്ഞൻ്റെ ആദ്യത്തെ പരീക്ഷണശാല. പക്ഷേ സ്കൂളിലെത്തുമ്പോൾ നമ്മൾ പതുക്കെ അവനോട് പറയാൻ തുടങ്ങും, അത് പരീക്ഷയ്ക്കുള്ള ചോദ്യമല്ല. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാതെ മര്യാദയ്ക്ക് പോയി പുസ്തകത്തിലേത് വല്ലതും എടുത്ത് പഠിക്കാൻ നോക്ക്. ക്രമേണ ചോദ്യങ്ങൾ കുറയും, ഉത്തരങ്ങൾ കൂടും, മാർക്കുയരും, പക്ഷേ കൗതുകം താഴും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. കൗതുകത്തിന് നിലനിൽക്കുവാൻ അതിൻ്റേതായ കാരണമുണ്ട്. ലോകത്തിലെ എല്ലാ മഹത്തായ കണ്ടുപിടുത്തങ്ങളും തുടങ്ങിയത് ഒരു ഉത്തരത്തിൽ നിന്നല്ല, ഒരു ചോദ്യത്തിൽ നിന്നാണ്. ന്യൂട്ടൻ ആപ്പിൾ വീഴുന്നത് കണ്ടപ്പോൾ എല്ലാവരെയും പോലെ നോക്കി നടന്നു കടന്നുപോയില്ല. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് താഴേക്കു മാത്രം? ആ ചോദ്യമാണ് ശാസ്ത്ര ചരിത്രത്തെ മാറ്റിയത്. ഇന്ന് AI നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നു, ഗൂഗിൾ നിമിഷങ്ങൾക്കകം വിവരങ്ങൾ തരുന്നു. പക്ഷേ ചോദ്യം ചോദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ ഉത്തരങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോകില്ല. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കലല്ല, പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കലാണ്. കാരണം മാർക്കൊരു ജോലി നേടാൻ സഹായിച്ചേക്കാം, പക്ഷേ ചോദ്യം മനുഷ്യരാശിയുടെ ഭാവി മാറ്റിമറിച്ചേക്കാം. അതിനാൽ കുട്ടികൾ പുസ്തകങ്ങൾ മാത്രമായി കുട്ടികൾക്ക് കൊടുക്കരുത്. ആകാശത്തേക്ക് നോക്കാൻ സമയം കൊടുക്കണം, പ്രകൃതിയോട് സംസാരിക്കാൻ അവസരം കൊടുക്കണം, എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ധൈര്യം കൊടുക്കണം. കാരണം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിൻ്റെ മാർക്ക് ലിസ്റ്റുകളല്ല, ചോദ്യം ചോദിക്കാൻ ഭയമില്ലാത്ത തലമുറയാണ്. OS ടോക്സിൽ വീണ്ടും കാണാം.